ഞങ്ങള് എത്തി കേവിയുടെ ഗ്യാങ്സേ അല്ല ഗ്യാങ്സ് വണ്ടി വരാൻ പറഞ്ഞു നീയല്ല പറഞ്ഞ അല്ല എസ്ആർക്കെ കൊട എടുത്തേ ചൂട ശിവശങ്കര പാർവതി ഈ പാട്ട് എവിടെ നിന്നാ വായിൽ തന്നെ നീയല്ലടാ പാടിയ എടാ അവിടെ ഒരു ഇടിയുണ്ട് ഒരു 3-4 പൈമാരുണ്ട്. സീനെന്താ സീനാണോ അവരടിച്ചു വിട്ടല്ലോ അമ്മരെ. വരുന്ന വഴിക്കല്ല ആളെ ഇടിച്ച് കൊന്നിട്ട് വരിക. അല്ല നമ്മളെ ഇടത്തെ സൈഡ് ചേർന്നിട്ട് ചന്ദ്രന്റെ വലത്തെ സൈഡിലേക്ക് മാറിയിക്കാൻ പറ. ഇടത്തോട്ട് മാറിക്കടാ. നീയൊക്കെ സംസാരിക്കുമ്പോ ചന്ദ്രന്റെ ഇടത്ത് നിന്ന് സംസാരിക്കണം, മനസ്സിലായോ? ഹലോ നമുക്കപ്പോ ഇങ്ങനെ പ്രീവാറായിട്ട് കണ്ടിന്യാണ് താല്പര്യം. സാബു എല്ലാം കണ്ടായിരുന്നു പൊക്കത്തിരുന്നു. അപ്പൊ അവർക്ക് പിന്നെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അതൊക്കെ തീർത്ത് കളയാം. അങ്ങനെയാണെങ്കിൽ പ്രീവാർ എവിടെ വെച്ചാ പ്രിയപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആരെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയില്ല. നമുക്കെല്ലാം പോകും. ഏത് വാണിങ്ങുന്നു നമ്മുടെ അടുത്തോട്ട് ഇറക്കല്ലേ. വാണിങ്ങുന്നു നമ്മളെ അതൊക്കെ വാണിങ്ങിനൊക്കെ എടുത്ത് മാറ്റിട്ടേ പൂച്ചടക്കം അടിച്ചു വന്നാൽ കത്തിക്ക് നമ്മളെ. നിങ്ങള് പ്രിയവാരപ്പെടാന്ന് പറ, ബാക്കി നമ്മൾ നോക്കിക്കോളാം. നാളെ പ്രിയോർ വെക്കാം. നാളെ 10 റിക്രൂട്ട് കൊടുത്ത് ഹെവി ലൈനെ പറഞ്ഞു. 10 റിക്രൂട്ട്മെന്റ് അടിക്കാൻ വേണ്ടി മാത്രം 10 ആളെ വെറുതെ കൊണ്ടാടിക്കണ്ട. നമ്മ നാളെ പ്രിയോറില് എന്നാ കാണിക്കാം. നിങ്ങൾക്ക് ഐജിയിലൊക്കെ ഉണ്ടോ? ഐജിയിലൊക്കെ ഉണ്ടോ? പേര് പറഞ്ഞോ. ഐജിൽ പബ്സ് ആണ്. നല്ല ഇതായിരുന്നു. ഐജിൽ ലിങ്ക് ആയിരുന്നു. കണ്ടായിരുന്നു അവിടെ വണ്ടി നടുക്ക് നിക്കണേ. സത്യം സൂപ്പർ. ഞങ്ങൾ ആദരിക്കുന്നുണ്ട് ഇതൊക്കെ തന്ന്. നമ്മളൊക്കെ ഇപ്പൊ നമ്മളെ അടികൊണ്ട് വീണ്ടും നീയൊക്കെ ഒരു 400 വീഡിയോ ഉണ്ടാക്കാറുന്നല്ലടാ. തോറ്റാലും ഗ്യാങ്സിന്റെ ഫ്രണ്ടി വന്നിരുന്ന് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടാ. നിനക്കൊക്കെ എങ്ങനെ കിട്ടിയടാ ധൈര്യം? ഇവിടെ വന്ന് വായതലടിക്കാനായിട്ട് അടിച്ച എല്ലാത്തിനും വിട്ടാലേടാ. ഈ ജിജിയുടെ ഫുൾ ഫോം എന്താണ്? ജിജിയുടെ ഫുൾ ഫോം സൂപ്പർ. ശരി, അപ്പൊ നാളെ 10 മണിക്ക് വാറപ്പോ എന്തായാലും പോയിട്ട് പ്രാക്ടീസ് ഒക്കെ അടിക്കട്ടെ. കാണണേ, നാളെ കാണണേ ഈ പറഞ്ഞവന്മാരൊക്കെ. വിട്ടോ അപ്പൊ 15 സൂര്യ നന്നാളെ പറ്റല്ലേ. സൂര്യ ആരടാ കുണ്ടിക്ക് ഊസ് പോട്ടെ சொல்லு அப்பா கிட்ட சொல்லு. ட்ரெஸ் ஷாப்ல இருந்தாப்பா. எனக்கு யாரோ பின்னாடி ஊசி போட்ட மாதிரி இருந்தது. அந்த ட்ரெஸ் மாதிரி தான் இருந்தது எனக்கு. அங்க இருந்து அவங்க தான் இருந்தாங்க. അത് ഊസിയല്ലേ. എടാ അത് വല്ല ഡോക്ടർ ചന്ദ്ര മനസ്സിലായില്ലേ? ഹലോ സൂര്യ അത് ചന്ദ്രനല്ലേ? അതെ, അത് വന്ന് ഞങ്ങൾ കേപ്പിലെ മെമ്പറാണ്. പറഞ്ഞ മച്ചാനെ. ബ്രോ ഇപ്പൊ ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. കുറച്ച് തിരക്കാണ്. എന്താ ചെയ്യാ ബ്രോ? സിറ്റുവേഷൻ ആണോ?
സിറ്റുവേഷനില്ല പരിപാടി നിൽക്കായിരുന്നു. എന്താ ടീ പറഞ്ഞോ? ആ അല്ല കഴിഞ്ഞിട്ട് വിളിച്ചാ ഞാൻ കാണാൻ ഒരു കാര്യം ചോദിക്കാൻ. ആ അല്ല ഫോണിൽ പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞോ. നേരിട്ട് സംസാരിക്കാനായിരുന്നു. ആ ഗണ്ണിന്റെ എന്തെല്ലാണോ? എന്താ ടീ? ആ ഗണ്ണിന്റെ ചോദിക്കായിരുന്നു. ആ ഗണ്ണിന്റെയോ? ആ ഗണ്ണിന്റെ ബ്രോ അത് ഫോണിൽ ഒരു ബ്രോ ഗണ്ണിന്റെ നമ്മളങ്ങനെ കൊടുക്കുന്നില്ല. ആക്ച്വലി ഗണ്ണിങ്ങനെ കൊടുക്കുന്നില്ല നമുക്ക്. മിസ്റ്റർ സീനാണ്. അല്ല ഗ്യാങ് ആണ്. ഡ്യൂറബിലിറ്റി കഴിഞ്ഞത് 20% 30% ഒക്കെ 30 ഉള്ളതുണ്ടോ നോക്കി? അതൊക്കെ ഉണ്ടാവോ? നിങ്ങക്ക് വാറണല്ലാണോ? പ്രീ വാറണം ഒക്കെ ആവശ്യം വന്നാലേ നമ്മുടെ അടുത്ത് ഇപ്പൊ ഗണ്ണ് ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അതാ ഞാൻ എന്തായാലും ഒന്ന് നാരദ ഉണ്ടോടാ? നാരദ ഇറങ്ങി. ഗ്യാങ്ങിന്ന് ഇറങ്ങിയാ? ഗ്യാങ് ഇറങ്ങിയില്ല, സിറ്റി ഇറങ്ങിയല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ എന്തായാലും നോക്കട്ടെ. ഞാൻ എന്തായാലും നോക്കിട്ട് പറയാം. എന്റെ കയ്യിൽ കുറച്ച് ഡ്യൂറബിലിറ്റി തീർന്നാലും ഇരിപ്പുണ്ടല്ലോ. 3 7 4 6 ചെറുക്കാ അവിടെ ഇവൻ കൊന്നോളെ വണ്ടി ഇടിച്ചു വന്നവൻ. നീ പയ്യൻ അപ്പൊ നമ്മളെ മൈനർ. അപ്പൊ 5 ലക്ഷം രൂപ വെച്ചിട്ട് വിടാല്ലേ നമുക്കിപ്പോ? കുഴപ്പമില്ല. 5 കോടി അല്ലേ? അതാ അച്ഛൻ വന്നു. വലിയ സർജറി വേണ്ടിരും ബ്രോ. ഇത് 5 കോടി എങ്കിലും വേണം മിനിമം. ഇൻഷുറൻസ് ഇല്ല ചെറുക്കൻ. 5 ലക്ഷം ഉണ്ട്. 5 ലക്ഷം കൊണ്ട് എന്താ പൈസ ഉള്ളവരെ വിളി. 2 കോടി. ആരുമില്ല ബ്രോ. ഫാമിലി ഒന്നുമില്ലേ? ആരുമില്ല. ഒറ്റയ്ക്ക് നിക്കണതിന്റെ വേദന എനിക്കറിയാം. തന്തയില്ലാത്തതിന്റെ വേദന അവനറിയാം. ഹലോ മച്ചാനെ ഇല്ല കേട്ടോ. എന്താ കണ്ണ് ഇതാരാ? ഞാൻ LX ആണോ? എടാ ഒരു ഗ്യാങ് വിളിച്ചിട്ട് കണ്ണിങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇല്ലെന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചേ. അത് മാറി നിന്റെ പോണോന്ന്. നമ്മുടെ ഗ്യാങ്ങിന് കണ്ണൊക്കെ ഉണ്ടേ. നമ്മുടെ ഗ്യാങ് എടാ നമ്മുടെ ഗ്യാങ്ങിലെ കണ്ണ് പുറത്ത് കൊടുത്ത് നമുക്ക് പിന്നെ കണ്ണ് വേണ്ടേ? അതാണ് അതുകൊണ്ട് കൊടുക്കാത്ത. ശരി നാളെ വരുവേന്നാ? ഹലോ നീ നാളെ വരുമെന്ന് പറഞ്ഞേ? നമ്മള് നമ്മള് വന്നില്ലേ ഗ്യാങ്സില്? ആര്? ജി നീ LX എന്ന് പറഞ്ഞു പിന്നെ? ഒന്നുമില്ല. എടാ ഹലോ ഞാൻ വേറൊരു രൂപം വരാം. അതെന്താ നിനക്ക് ഇപ്പൊ കണ്ടാലും കണ്ടാ? അല്ല എനിക്ക് ഒന്ന് നിന്റെ സമയത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് വരണം. നമ്മളാണ്ട് കാണിക്കാൻ വേണ്ടി വരണം. പാർക്കോ മറ്റേ പൈസ കൊടുത്തിട്ട് ബ്രോ ഇപ്പൊ അനാഥനായതുകൊണ്ട് വിട്ടേക്കുന്നു. കുഴപ്പമില്ല. ചന്ദ്ര ഞാൻ തന്തയില്ല. എന്നെ അതിനെ പിടിക്കണേ. ഹലോ എന്ത് പാട്ട് വിളിച്ചിട്ട് പാട്ട് പാടി കൊടുക്ക. വിളിച്ചിട്ട് അല്ല ഇത് ദേഷ്യം വരുന്നത് ആരെയും വിളിച്ചിട്ട് 2 പാട്ട് പാടി കൊടുക്കാതെ വിളിക്കുമ്പോ 2 തെറി പറയാൻ വേണ്ടി എനിക്കിങ്ങനെ ദേഷ്യം വരുമ്പോഴേ ഞാൻ ആരെങ്കിലും ഒക്കെ വിളിച്ചിങ്ങനെ പാട്ട് പാടി കൊടുക്കും. മനസ്സിലായില്ല? അത് ഇങ്ങനെ വിളിച്ച് പാടാന്ന് ഞാൻ തെറിയ പറയാ. എടുത്താടാ നീ എല്ലാരും വിളിച്ച് പാട്ട് പാടി കൊടുക്കോളൂ. ഹുഡി മാറി ഇല്ലല്ലോ. അത് മാറിയോ? നമ്മുടെ ഡ്രസ്സിന്റെ ഇത് ക്വാളിറ്റി ഇല്ല. ഡ്രസ്സിന് പോലും നല്ല ഇതിനും ക്വാളിറ്റി തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഗ്യാങ് ഡ്രസ്സിന് തീരെ ക്വാളിറ്റി അല്ല ചന്ദ്രു. അത് 144 രൂപയിലാ ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു ക്വാളിറ്റി ഇല്ല. ഇതുണ്ടോ ഇത് ചന്ദ്രു? നോക്ക്
ചന്ദ്രു അത് ഒന്ന് മുഖവരക്ക് എടുക്കണം കേട്ടോ ചന്ദ്രു. മുഖവരയാ ഇപ്പൊ ഈ സിറ്റിയില് ഏറ്റവും അഴുക്ക ഡ്രസ് നമ്മുടെ ബോസണ്ണ നമ്മുടെ ഗ്യാങ് ഡ്രസ് ഇട്ട് ഒരു ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാവർക്കും വേണ്ടി ഡ്രസ് നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇല്ലടാ ഇനി അങ്ങനെ വരുമ്പത്തേക്ക് അവരുടെ ഓപ്പോണം ഗ്യാങ്ങിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഇടാൻ പറയാം, മനസ്സിലായില്ലേ? നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാം. നമുക്ക് അല്ല അവരുടെ അടുത്ത് എന്തെങ്കിലും ബാഗ് ഇടാൻ പറയാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ സാക്രിഫൈസ് കൊടുക്കണ്ട, മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും മാറ്റി കൊടുക്കും. എല്ലാവരും മൊബൈൽ ഇടും. എന്റെ നെഞ്ഞത്ത് എന്തെങ്കിലും പറ്റിയ നെഞ്ഞൊക്കെ റിപ്പയർ ചെയ്യുന്നു. ഹലോ മകനെ, என்னப்பா ഓക്കെ ആയോടാ? எல்லாம் ஓகே ஆயிடுச்சுப்பா. ആ அப்பா அவங்கள என்னப்பா செய்ய போறீங்க? ഇവിടെ അതിന് അച്ഛനും മോനും കുറച്ച് സ്പേസ് കുറച്ച് സ്പേസ് കൊടുക്കും. എന്തോ സൂചി കുത്തി എന്നൊക്കെ പറയാം. അത് ആളെ അത് സംസാരിക്കാം. പ്രൈവസി വേണോ? ட்ரெஸ் ஷாப்ல இருந்தப்பா. அப்ப ஏதோ செய்துட்டாங்க, எனக்கு அறியல. யாரு செஞ்சதாரு? இங்க நின்னுட்டாங்களா மாஸ்க், அவங்க தான் இருந்தாங்க அங்க. ആ കണ്ണാപ്പി നിന്നെ ഒരു ദിവസം കിഡ്നാപ്പ് ചെയ്തില്ലേ? ஆமாப்பா, என்ன ஆச்சுப்பா? അതിന് ബദലായിട്ട് അവന്റെ ഗേൾഫ്രണ്ട് നമ്മൾ കിഡ്നാപ്പ് ചെയ്തു. அப்ப ப்ரூஃப்ப்பா எனக்கு காட்டு போட்டோ. எப்படி கதறனா அவ என்ன செஞ்சா? നിന്നെ பாட்டு பாட வச்சியா? வீடியோ எடுத்தியா? വീഡിയോ എല്ലാം എൻകിட்ட ഇருக்கு, എല്ലാം എൻകിட்ட ഇருக்கு, സേഫ് ആയിട്ട് ഇருக்கு. ഞാൻ നല്ല പാട്ട് കേട്ടോ, സൂപ്പർ പാട്ട്. അപ്പാവുടെ റിവെഞ്ച്. ചന്ദ്രു നീകന് ഇതിനെ പറ്റി ഒരു കോൺസ്പിറസി തിയറി എസ്റ്റർഡേ ഫുൾ ഗൺ വന്ന് 137, പിന്നെ ഡാമേജ് ആണത് 15. എന്നാ കണക്ക് ടോട്ടൽ കൗണ്ട്. அப்ப என்ன ஆச்சுன்னா நாரத மாமாக்கு பொண்ணு செட் ஆயிடுச்சுப்பா. നാരദ എങ്ക? നീങ്ങോയെ ആ ബോസണ്ണ അതറിഞ്ഞോ? നാരദന് ആര് സെറ്റ് ആയെന്ന്? ജെയിൻ നാരേന്ദ്രൻ ദാസ് വേറെ അല്ലേ? വേറെ வீடியோ அனுப்புறேன். നീ അത് പോട്ടെ, നിന്നെ ഊസി കുത്തിയിട്ട് നിനക്ക് എന്താ പറ്റി? അയ്യോ എന്തുണ്ടാവും, ஊசி கொடுத்து எல்லாம் ஓரமா போச்சுப்பா. என்ன அடிச்சாங்க, എല്ലാം ഊരിപ്പോയെന്ന് நினைக்கிறேன். உடம்புலாம் வலிக்குது. അതല്ലേ പറഞ്ഞു. വലിക്കുന്നൊന്നായിരുന്നു. ഉടമ്പ് വലിക്കും. ഞാൻ നോക്കാം എന്താ പ്രശ്നം. അവിടുത്തെ CCTV ക്യാമറ നോക്കിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടാ. ശരി ചന്ദ്രു, ഊസിയൊക്കെ കേറി ഒന്ന് നോക്കണം. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഡോണ്ട് വരി. ഷെയർ ഹലോ, ഇതാര്? அதான் நாரத பொண்ணு. இந்த பொண்ணை கடத்த முடியுமா? இப்ப இருக்காது, இந்த டைமுக்கு போயிரும்பா. அவ வந்து 8 o'clock வரைக்கும் தான் இருப்பா. நீ இருக்கும்போது ഒന്ന് കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നെ കൂപ്പിട്, ബാക്കി ഞാൻ ഹെൽപ്പ് പண்றேன். ഓക്കേ. ഇത് പെണ്ണിട്ട് പിന്നല്ലേ അപ്പുകുട്ട ഏബില ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം.